ഹലോ എവറി വൺ. ഞങ്ങളിതാ തിരുപ്പതി ട്രിപ്പാണ് പോകുന്നത്. പാലക്കാട് നിന്നാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. മോക്ഷ ട്രാവൽസിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 7 പേരുണ്ട് ഇവിടുന്ന്, കസിൻസ് എല്ലാവരും ചേർന്നിട്ട്. അങ്ങനെ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു 4 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് അവിനാശി ലിംഗേശ്വരർ ടെമ്പിളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളൂർ ഗോൾഡൻ ടെമ്പിളും. അപ്പോൾ യാത്രയ്ക്ക് നല്ല സുഖം തന്നെയാണ്. ബസ് നല്ല കംഫർട്ടബിളായിരുന്നു. 2 കോർഡിനേറ്റേഴ്സും ഉണ്ട്. അവരെ എല്ലാം വേണ്ടതുപോലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ ഒരു 7 ആയപ്പോഴത്തേനും നമ്മൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തു നിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിനാശി ലിംഗേശ്വരർ ടെമ്പിളിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ അവരിങ്ങനെ കാണിച്ചു തന്നു, പറഞ്ഞു തന്നു എങ്ങനെയുണ്ടാകും എന്നൊക്കെ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നോക്കി. പിന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ അതും അവർ ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് നന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ട് പാടാനും ഒക്കെ കഴിവുള്ളവരൊക്കെ പാട്ടും പാടി. അങ്ങനെ നല്ലൊരു ജേർണി തന്നെയാണ്. ഇപ്പോൾ ദാ നമ്മൾ അവിനാശി എത്തിയിട്ടുണ്ട്. അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയും നല്ല കാലാവസ്ഥ. അമ്പലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പോകുന്ന വഴിക്കൊക്കെ, ചെറിയ ചെറിയ അമ്പലങ്ങൾ. അങ്ങനെ ഞങ്ങളിതാ ലിംഗേശ്വർ അമ്പലത്തിലെത്തി. അവിടെ വലിയൊരു ഹനുമാൻ്റെ ഒരു സ്റ്റാച്ചുവും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിനകത്ത് കയറി ഞങ്ങൾ നന്നായിട്ടൊക്കെ തൊഴുതു. തിരക്കുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റുന്നുണ്ട്. ഇവിടെയും ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമെല്ലാം പറഞ്ഞു തന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നമുക്കൊരു ഓറഞ്ച് തൊപ്പിയും പിന്നെ ഒരു ടാഗും ഒക്കെ തന്നിട്ടുണ്ട്, എവിടെ പോയാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും അമ്പലത്തിനകത്ത് ഒക്കെ നന്നായി തൊഴുത ശേഷം, വലിയ അമ്പലവും പിന്നെ വെളിയിൽ നിന്ന ശേഷം ഞങ്ങളൊരു ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെള്ളൂർ ഗോൾഡൻ ടെമ്പിളാണ്. അതിനെക്കുറിച്ചിട്ടും അവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ഇവിടെ 3 പട്ടിക്കുട്ടികളും അതിൻ്റെ അമ്മയും കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ആണ് അത് കാണിച്ചത്. ഇത് നോക്കൂ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ സീനറി. എനിക്കിത് ഡിലീറ്റ് ചെയ്യാനേ തോന്നിയില്ല, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് തോന്നി. നല്ല ബ്യൂട്ടിഫുൾ. പിന്നെ ഇഷ്ടം പോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ. വലിയ വലിയ ബിൽഡിങ്സും ഇഷ്ടം പോലെയാണ് കാണാൻ പറ്റിയത്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മറ്റേ കോക്കനട്ട് ഫാം, അതും കുറേ ഉണ്ട്. എവിടെ നോക്കിയാലും നമ്മുടെ ഈ തെങ്ങുകൾ കണ്ടില്ലേ. ഇതൊക്കെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടില്ലേ, മറ്റേ തെങ്ങൊക്കെ അവർ ഇങ്ങനെ നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ മലകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയറും ചെയ്യുന്നത്. ഞാൻ കണ്ട് എൻജോയ് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതും ഷെയർ ചെയ്തിരിക്കുന്നതും. പിന്നെ എല്ലാവരും കൂടെ പോകുമ്പോൾ അതും ഒരു രസം തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ ഉണ്ണാനായിട്ട് A2Bയിലാണ് കയറിയത്. നമ്മുടെ അടയാർ ആനന്ദ ഭവൻ അവിടെ കയറി ലഞ്ചിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ എൻ്റെ നാത്തൂനും കസിനുമാണ്. പിന്നെ നമ്മൾ മറ്റേ മിനി മീൽ ആണ് കഴിച്ചത്. അതിൽ തൈര് സാദവും സാമ്പാർ സാദവും പിന്നെ കൊറിയാണ്ടർ റൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ ഒരു 2-2:15 ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 4 hours ഉണ്ടെന്ന്. അപ്പോൾ സിനിമ നമ്മുടെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം അത് കുറച്ച് നേരം വിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കണ്ട സിനിമ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എൻജോയ് ചെയ്തു. അതിനിടയ്ക്ക് വെളിയിൽ മറ്റേ ഈ പിക്ചേഴ്സും കണ്ട് ഇഷ്ടപ്പെട്ട അത് ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗോൾഡൻ ടെമ്പിൾ എന്തായാലും മൊബൈൽസ് ഒന്നും അലൗഡ് അല്ല പറഞ്ഞു. അപ്പോൾ അവിടെ കയറിക്കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അത് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. എത്ര 1500 kg ഗോൾഡാണെന്ന് പറഞ്ഞു. അത് കണ്ടാലും നമുക്ക് എന്താ പറയുക, ഫുൾ നമ്മുടെ കണ്ണ് തന്നെ മഞ്ഞളിച്ചു പോകും. നല്ല ഭംഗിയുമുണ്ട്. അവിടെ ഇങ്ങനെ ചാണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു ഹോമം നടക്കുകയാണ്.
അപ്പോൾ അതുമൊക്കെ കണ്ട് നമുക്ക് നന്നായിട്ട് എന്താ പറയുക ദർശനം കിട്ടി. ഇഷ്ടം പോലെ നടക്കാനുണ്ട്, വാസ്റ്റ് ഏരിയ ആണ്, നല്ല വെൽ മെയിൻറ്റെയിൻഡുമാണ്. അത് നമ്മൾ പോയത് ഈ സന്ധ്യാസമയം ആയത് കാരണം ആ ഗോൾഡൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ മൊബൈലേ ഇല്ല. അപ്പോൾ ഒറ്റ ഫോട്ടോ പോലും നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അവിടെ ലക്ഷ്മി നാരായണിയാണെന്ന് പറഞ്ഞത്. എന്തായാലും നന്നായിട്ട് തൊഴാനും പറ്റി. നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഇതാണ് അതിൻ്റെ എന്താ പറയുക സീനറി, തടാകവും മലകളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതും ആസ്വദിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് വെള്ളൂരുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഗോൾഡൻ ടെമ്പിളിലെ ദർശനത്തിന് വേണ്ടിയിട്ട് അവരിതപ്പോൾ ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ചിട്ട് കാണിച്ചു തരികയാണ്, വെള്ളൂർ ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ചിട്ട്. നോക്കുമ്പോൾ നമുക്ക് ഒരു അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ വെളിയിൽ എല്ലാം ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഡിന്നറും കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴി ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോഴാണ് പറഞ്ഞത് ഇത് വെള്ളൂർ ഫോർട്ട് പാർക്കാണെന്ന്. ഇത് ഫോർട്ടാണ് ആക്ച്വലി. എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കൂ. ഈ ഫോർട്ടിനകത്ത് ഒരു അമ്പലവും ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഗോപുരം കാണാൻ പറ്റും. അപ്പോൾ നൈറ്റ് ടൈം ആകുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണുന്നത്, നല്ല പ്രോമിനൻ്റായിട്ട് ഇരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാനായിട്ട്. അകത്തൊരു അമ്പലവും ഉണ്ട്, ആ ഗോപുരം ഇങ്ങനെ മുകളിലായിട്ട് എടുത്ത് കാണുന്നുമുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുറ്റും വെള്ളമുണ്ട്. നമ്മുടെ പാലക്കാട് ഈ കോട്ട മൈതാനത്തിൽ കോട്ടയ്ക്ക് ചുറ്റും വെള്ളമുണ്ടല്ലോ, എന്ന പോലെ തന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റും വെള്ളമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. JK ഇന്നിലാണ് നമുക്ക് റൂം എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് 6:45 ഞങ്ങൾക്ക് രാവിലെ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്.